ഓക്കെ ഗായ്സ്, അമ്മ ക്ലീനിങ്ങിലാണ്. നീ വരുന്നില്ലേ? എടാ വാടാ, കടിക്കാൻ പാടില്ല, നല്ല കുട്ടിയല്ലേ. എടാ വാ. ഇല്ലേ? വേണ്ട അങ്ങോട്ട് പോരെ, ഇവിടെ വാ. ഓക്കെ. പിന്നെ ഇവിടെ ചേന കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ മുളച്ചിട്ടുണ്ട് കണ്ടോ, 2 എണ്ണമുണ്ടേ. പിന്നെന്ന് പറയുമ്പം മമ്മി ഭയങ്കര ക്ലീനിങ്ങിലാണല്ലോ. 2 ദിവസമായി അടിച്ച് വാരിയിട്ടില്ലേ? പച്ചയല്ല, ആയിട്ടില്ല. ഇന്നെന്താ ഈ ചക്കയല്ലേ പറിക്കാനല്ലേ? ഈ സീസണിലെ ഈ ഇതിലെ ആദ്യമായിട്ടുണ്ടായ ചക്കയിലെ അവസാന ചക്കയാണിത്. തീർന്നു അല്ലേ? ലാസ്റ്റ് അപ്പൊ അതിനെ പറിക്കാനുള്ള പരിപാടിയാണ്. ഇന്നലെ ഒരു കൊല, ഇത് നമ്മുടെ എന്താ പറയാ, ചാമ്പയ്ക്ക, ഉമ്മർച്ചാമ്പ വീണുപോയി. അതായിട്ടില്ല. ഇതുപോലത്തെ ഒരു കൊല ഇന്നലെ ഉരുണ്ട് വീണു. ഇന്നലെ ഞങ്ങളതെടുത്ത് കഴിച്ചു. അത് ശരിക്ക് വലുതാവണം, അതായത് നല്ല വലിപ്പം വന്നു കഴിഞ്ഞാൽ മധുരം ഉണ്ടാവുള്ളൂ. എന്താ? ചെരങ്ങ. പിന്നെ ഒരുവൻ ഇതാ ഇവിടെ, പിന്നെ അവിടെ മേലെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒരുപാടുണ്ടാവും. അത് ഈ സ്ലാബ് വെച്ചോണ്ടേ നമ്മുടെ ഇതിലോട്ട് വരിക, കായ്ച്ചയുടെ അറ്റാക്ക് കുറഞ്ഞു. അപ്പൊ എല്ലാം നന്നായിട്ടുണ്ട്. പേരക്കേനെയൊക്കെ സാധാരണ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഫ്രൂട്ട്സിന് അല്ലേ? അതും വെച്ചേക്കാം. അത് വെജിറ്റബിൾസിനുള്ളതാണ്, ഫ്രൂട്ട്സിനുള്ളത് വേറെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് തൂക്കാം. ഇവിടെയും കുറച്ച് ചീരയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിത്താക്കി വെച്ചാൽ അടുത്ത വട്ടം വെറുതെ ഇങ്ങനെ പാകിയാൽ മതിയല്ലോ. അതെ. എന്തായി അമ്മേൻ്റെ മരമുന്തിൻ്റെ കായ? ഉണ്ട്, ഒന്നുണ്ട്. കണ്ടോ, അത് വലുതാവണം, പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കണ്ടോ. പിന്നെന്ന് പറയുമ്പോൾ എന്താ കാണിച്ചു തരാം. എന്തായി നമ്മുടെ ഇത് ഞാവൽപ്പഴം ആണോ? കായായോ? കാണിച്ചു കൊടുത്തു. ഞാൻ വരുന്ന വഴിക്ക് അമ്മ അത് മെയിൻലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേന മുളച്ചത് കാണിക്കണമെന്ന്. നിങ്ങളൊക്കെ ഒന്ന് വേഗം വലുതാവും ഗായ്സ്, ഞാൻ കുറെ കാലമായി കാത്തിരിക്കുന്നു. ഈ ചക്കയും കൂടി പറിക്കാറുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ പിടിക്കാം. അതെ, ഫുള്ള് മുടി കൂടിയിട്ടേ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് ചിലപ്പം നല്ല മണുണ്ട്. ഇല്ല താഴത്തെ കയറിക്കോളും, ഞാൻ പിടിച്ചിട്ടുണ്ട്. ഓ, ഇനിയിപ്പോൾ അച്ഛനെ ഇതിൽ കയറ്റിന്ന് പറഞ്ഞിട്ടായിരിക്കും കംപ്ലൈന്റ്. ഞാനില്ലാത്തപ്പോ അല്ലേ? ഓക്കെ. അതെ, ഇനിയിപ്പോ കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ഇനിയും വരും. ഇന്ന് ഞാൻ അപ്പുറത്ത് നിൽക്കാം. ഓക്കെ, ഞാൻ പിടിച്ചോളാം. കറക്റ്റ്. എന്താ പിടി, ഞാനൊരു സംഭവം തന്നെ. നോക്കി ഇറങ്ങിക്കൊണ്ടു. ചക്ക ഞാൻ ക്യാച്ച് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഈ വർഷത്തെ അവസാനത്തെ ചക്കയും തീർന്നിരിക്കുകയാണ് ഗൈസ്. സൂര്യ ഞങ്ങളെ ഈ വർഷം ചതിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അടുത്ത വട്ടം നിന്നെ പിടിച്ചോളാം. ഓക്കെ, വലുതാവട്ടെ. അതിൻ്റെ അറ്റത്തൊക്കെ വെട്ടിയിട്ട് നമ്മൾ കവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വർഷം ഉണ്ടായിട്ടില്ല, അടുത്ത വർഷം എന്തായാലും ആൾ കായ്ക്കുമെന്ന് ഉറപ്പാണ്. ഇയാൾ പിന്നെ കായ്ച്ചു തുടങ്ങി, അതുകൊണ്ട് അടുത്ത വർഷം മുതൽ ഇനി ഇങ്ങനെ കായ കിട്ടിക്കോളും. കായാന്ന് ചക്കയൊരു കായാണല്ലോ.
പയറ് കുറവാ അല്ലേ? എല്ലാം പറിച്ച് തീർത്തല്ലോ. ഉണ്ട് പറിക്കാൻ. വേണ്ട, അവിടെ ഇരുന്നോട്ടെ, കുറച്ചും കൂടി ആയിക്കോട്ടെ. ഇങ്ങനെ പറിച്ചിട്ടല്ലേ? അതെ അതെ അതെ, അങ്ങനെയാണ് ഗൈസ്. എന്തായി അമ്മേൻ്റെ ക്ലീനിങ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. കടുപ്പോയോ? മമ്മി അത് ഇങ്ങോട്ട് പോരും. അങ്ങനെ അപ്പം അതാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷം. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെന്താ കാണിച്ചു തരാം. മാങ്ങയൊക്കെ വലുതാവട്ടെ. അത് പഴുത്തിട്ടില്ല, പഴുക്കണം. ഇനി ഒരു 1.5 മാസം കൂടി എടുക്കുന്നല്ലേ പറഞ്ഞേ. ഓക്കെ, വലുതാവട്ടെ. ഇതൊരു 3 1 കിലോ ഉണ്ടാവുന്നാ പറഞ്ഞേ. ഇനിയും വലുതാവാനുണ്ട്. വലുതാവട്ടെ. മഴയൊക്കെ വരും. പിന്നെ അപ്പോഴേക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇടയ്ക്ക് മഴ. രാത്രിയാകുമ്പോൾ മഴ പെയ്യും. അങ്ങനെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷം. ഓക്കെ, അപ്പം എന്നാൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. അച്ഛാ ബൈ ബൈ പറഞ്ഞോളൂ. ബായ്. എവിടെ മമ്മി? മമ്മി ഇന്നത്തെ വിശേഷം കഴിഞ്ഞിരിക്കുകയാണ്. ബൈ ബൈ പറയൂ അവിടുന്ന്. ബായ്. ഓക്കെ ഗൈസ്, ബൈ ബൈ.